ദങ്കർ വില്ലേജിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിനി പോകാനുള്ളത് സ്പിതി ലാഹോൾ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കാസയിലേക്കാണ്. സ്പിതി റിവറിന്റെ സൈഡിൽ കൂടെയുള്ള യാത്ര ഒരു പ്രത്യേക രസം തന്നെയാണ്. കാസയിലെത്തി അവിടുന്ന് വേൾഡ് ഹയസ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന വഴി ഒരു കട്ടനിടാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. കോമിക്കെത്തി അവിടുന്ന് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി നാട്ടിലേക്ക് കത്തൊക്കെ അയച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ലാങ്സയിലുള്ള ശ്രീബുദ്ധന്റെ പ്രതിമയും കണ്ടു. അവിടുന്ന് ഒരു ലെമൺ ടീ ഒക്കെ അടിച്ചിട്ട് നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഞാൻ ഷബിൻ ഷംസുദ്ദീൻ. ലോകത്തെ ഉയരം കൂടിയ വില്ലേജിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദങ്കർ വില്ലേജിൽ നിന്നും നാഷണൽ ഹൈവേ 505 കൂടി 34 കിലോമീറ്റർ സഞ്ചരിക്കണം കാസ എത്തുവാനായിട്ട്. ഏകദേശം 1 മണിക്കൂർ എടുക്കുന്ന യാത്രയാണ്. സ്പിതി റിവറിന്റെ കൈവരികളിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഇടയ്ക്ക് ചിലയിടങ്ങളിൽ നദിയുടെ അടുത്തേക്ക് വണ്ടിയുമായിട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ നദിയിലൂടെ നല്ല നീലയും പച്ചയും ഒക്കെ കലർന്ന ശുദ്ധമായ ജലം ഒഴുകുന്നത് കാണുവാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. അങ്ങനത്തെ ഒരു കാഴ്ച അവിടെ കണ്ടിട്ട് അത് നല്ലപോലെ ആസ്വദിക്കാതെ നമുക്ക് പോകാനും പറ്റത്തില്ല. വിൻ്ററിൻ്റെ എക്സ്ട്രീം ടൈമിൽ, അതായത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പം ഇവിടെയൊക്കെ മഞ്ഞ് നിറഞ്ഞ് ഈ നദി പോലും കാണാൻ പറ്റില്ലാത്ത അവസ്ഥയാവും. അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. സ്പിതി വാലിയുടെ ലാൻഡ്സ്കേപ്പ് നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ കിട്ടും. 1 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ അങ്ങനെ ആ തണുത്ത മരുഭൂമിയിലെ കാസ എന്ന സ്ഥലത്തേക്ക് നമ്മളെത്തി. കൽപ്പയും രക്കൻപിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന വലിയൊരു സിറ്റിയാണ് കാസ. ഇവിടുത്തെ തണുപ്പും കുറച്ച് സീനാണെന്നാണ് കേട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 12,000 അടി ഉയരത്തിലാണ് കാസ സ്ഥിതി ചെയ്യുന്നത്. നമ്മളെത്തിയപ്പം അവിടെ നമ്മളെ സ്വീകരിക്കാനായിട്ട് മഞ്ഞ് പുതച്ച പർവ്വത നിരകളും അതിൻ്റെ ഇടയിലൂടെ അസ്തമയത്തിനായി തയ്യാറെടുക്കുന്ന സൂര്യനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കാസ മൊണാസ്ട്രി. നമ്മൾ ഇത്രയും നാളും കണ്ടത് പഴയ മൊണാസ്ട്രികളാണ്. നമ്മുടെ ഈ സീരീസിൽ മൊത്തം നിങ്ങൾ കണ്ടിട്ടുള്ളത് 400, 500, 1000 വർഷം പഴക്കമുള്ള മൊണാസ്ട്രികൾ. പക്ഷേ ഇത് കുറച്ച് പുതിയ മൊണാസ്ട്രിയാണ്. 2009 ഈ മൊണാസ്ട്രി ഇനാഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വേറെ അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള പെർമിഷനൊക്കെ ഉണ്ട്. സഖ്യ മൊണാസ്ട്രി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നിരവധി പെയിൻറ്റിങ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. സാക്യമുനി ബുദ്ധയുടെ പ്രതിമയാണ് നടുവിലുള്ളത്. പിന്നെ 2 സൈഡിലായി ഗുരു പത്മസാംഭവയുടെയും ബോധിസത്വയുടെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന സംഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിക്കോ അല്ല റെൻറ്റിനെടുത്തോ എങ്ങനെയാണ് വരുന്നതെങ്കിലും പെട്രോൾ ഫില്ല് ചെയ്യുന്ന സംഭവം ഒരു ടാസ്ക്കാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഷിംല വഴിയാണ് വരുന്നതെങ്കിൽ രക്കൻപിയ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് 210 കിലോമീറ്ററാണ് കാസയിൽ എത്താനുള്ളത്. കാസയിൽ മാത്രമേ പെട്രോൾ പമ്പുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മാക്സിമം ഫുൾ ടാങ്ക് അടിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് മണാലി വഴിയാണ് പോകുന്നതെങ്കിലും ഇവിടുന്ന് തിരിച്ച് ഷിംല വഴിയാണ് പോകുന്നതെങ്കിലും പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാസയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാക്സിമം ഫില്ല് ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഈ കാസ മൊണാസ്ട്രിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഐ ലവ് സ്പിതി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ്. ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ടൈം അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് മാക്സിമം പെട്രോൾ ഫില്ല് ചെയ്തിട്ട് എങ്ങോട്ടാണേലും പോകാൻ ശ്രമിക്കുക. ഇനി കാസ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഓർത്തു. ഇവിടെ പെട്രോളിന് കേരളത്തിലേക്കാളും വിലക്കുറവാണ്. 101 രൂപയുള്ളൂ. കാസ പമ്പിൽ പെട്രോൾ അടിക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കാശ് കരുതിക്കണം. ഇവിടെ ഗൂഗിൾ പേയോ കാർഡോ ഒന്നും എടുക്കത്തില്ല. അപ്പം സ്പിതി കയറുന്നതിന് മുമ്പ് കയ്യിൽ നല്ലപോലെ ലിക്വിഡ് ക്യാഷ് കരുതിയിട്ട് കയറുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. പറയുമ്പോൾ മഞ്ഞും പച്ചപ്പും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ ഈ സ്ഥലങ്ങളെങ്കിൽ, പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും തണുത്തുറഞ്ഞ ഒരു മരുഭൂമിയാണ്. സ്പിതിയിലെ കാസയാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു സിറ്റി. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്, ബാങ്ക്, ATM, സ്കൂളുകൾ, മെഡിക്കൽ സെൻറ്റർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എല്ലാം ഉണ്ട്. പോലീസ് സ്റ്റേഷനുണ്ട്, കമ്മീഷണർ ഓഫീസുണ്ട്. സ്പിതി എന്ന് പറഞ്ഞാൽ അതൊരു അനീതിയാകും. സ്പിതി ലാഹോൾ അതാണ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. ഇവിടെ മഴ കുറവായതുകൊണ്ട് പൊതുവെ ഫുൾ ടൈം ഡ്രൈ ആയിട്ട് പൊടിയൊക്കെ പിടിച്ചായിരിക്കും കിടക്കുന്നത്. കാസ ടൗണിൽ ഡ്രോൺ എടുക്കാൻ പറ്റില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇവിടെ മൊത്തം ഗവൺമെൻറ് ഓഫീസുകളാണ്. പുഴയുടെ അപ്പുറത്ത് പട്ടാളക്കാരും ഉണ്ട്. നെഞ്ചത്ത് തുള വീഴാനായിട്ട് വേറൊന്നും വേണ്ട. കാസയിൽ അത്യാവശ്യം വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടല്ലേ. കറക്കത്തിന് ശേഷം അവിടെയുള്ളൊരു ഹോം സ്റ്റേയിൽ റൂമൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ലോകത്തെ ഉയരം കൂടിയ വില്ലേജും പോസ്റ്റ് ഓഫീസും ഒക്കെ കാണാനായിട്ട് യാത്ര തിരിച്ചു.
കാസ ടൗണിൽ നിന്നും 23 കിലോമീറ്ററാണ് കോമിക് എന്ന വില്ലേജിലേക്കുള്ള ദൂരം. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. പിന്നെ ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഒക്കെ പോയാൽ ഇവിടുത്തെ ഫേമസ് ആയ കീ മൊണാസ്ട്രി ഒക്കെ ഉണ്ട് കേട്ടോ. സീസൺ ടൈം അല്ലാത്തതുകൊണ്ടും നേരം വെളുത്ത ടൈം ആയതുകൊണ്ടും റോഡിൽ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇതുവരെ വന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള നല്ല റോഡാണ് കോമിക്കിലേക്കുള്ളത്. -8 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജായ കോമിക് വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ചെറിയ പ്ലേസ് കിട്ടി. അവിടെ നിർത്തിയിട്ട് ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ട് പോകാൻ ഓർത്താണ്. വേറൊന്നുമല്ല, താഴെ കാസയിൽ കടയും തുറന്നിട്ടില്ല. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർ 8 മണി കഴിയും കടകളൊക്കെ തുറന്നു വരാനായിട്ട്. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു. വിൻ്റർ ആയതുകൊണ്ട് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു ചെറിയ ഗ്യാസ് സ്റ്റവും ഒരു ഗ്യാസ് ക്യാനും ചായപാത്രവും പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കട്ടൻ കാപ്പി ഇടാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും നോക്കാം. എടാ, ഓക്സിജൻ്റെ ലെവലും ഭയങ്കര കുറവാണെന്ന് കേട്ടോ, ശ്വാസം മുട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് കാസയിൽ വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയത്. ശ്വാസം മുട്ടുന്നുണ്ട്. ഗ്യാസ് സ്റ്റവ് 500 രൂപ ഉള്ളൂ. യെസ്, ഒരു രക്ഷയില്ല തണുപ്പാട്ടോ. -8 ഡിഗ്രി എന്നുണ്ട് ഈ പരിപാടി കാണിക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. കാപ്പിപ്പൊടി ഇടാം. നല്ല കാഞ്ഞിരപ്പള്ളി കാപ്പിപ്പൊടിയാണ് ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്യാസ് സ്റ്റൗവിന് 500 രൂപ 550 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് മേടിച്ചത്. പിന്നെ ഇത് ബ്യൂട്ടൈൻ ഗ്യാസ് എന്ന് പറയും. ഇത് 4 ക്യാനുണ്ട്. 4 ക്യാനും കൂടെ എനിക്ക് തോന്നുന്നത് 500 രൂപ താഴെ വന്നിട്ടുള്ളൂ. 500 രൂപ ഒരു ക്യാൻ. നമുക്ക് ഒരു ദിവസം ഫുൾ ഡേ ഒരു 4 നേരം കാപ്പി വെക്കണതിലൊക്കെ ഉള്ള സാധനം ഇതിൽ നിന്ന് കിട്ടും. കട്ടൻ കാപ്പി റെഡിയായി ഗായ്സ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നീ ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഹിമാലയത്തിൽ വന്നിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാപ്പി പിടിച്ച് സൊറ പറഞ്ഞ് നിൽക്കാൻ പറ്റുമെന്ന്? പരിസര പ്രദേശങ്ങളിൽ കാറ്റ് കൂടുതലായതുകൊണ്ട് നമ്മളിത് സ്റ്റൗ നമ്മളൊരു ലൊക്കേഷൻ മാറി ഒരു പാറയുടെ ഇടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സാറ് മാഗി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടു സാർ. വേസ്റ്റ് അവിടെ കളയല്ലേ, മാറ്റി വെക്കണം, അവിടെ ഒന്നും ഇടല്ലേ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെയൊക്കെ പല സ്ഥലത്തും പോകും, പല പല കാര്യങ്ങളുണ്ടാക്കും. കുപ്പിവെള്ളം കാണും, പ്ലാസ്റ്റിക് കാണും. ഇതൊന്നും ഇവിടെ വലിച്ചെറിയില്ല. നമ്മളിതെല്ലാം ഒരു കവറിലാക്കി കൊണ്ടുപോകും. ഓക്കെ, ഈ ചുറ്റുപാട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒന്നുമില്ല. ആകെ മഞ്ഞും കുറേ മണ്ണും പിന്നെ കുറേ മലകളും. ഒന്നുമില്ല ഗൈസ്, മനുഷ്യന്മാർ പോലും ഇല്ല. എന്താ അങ്ങനെ ചെറിയൊരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. എന്ത് രസമാണെന്നറിയാം ഡ്രൈവ്. ആ വഴിയുടെയും ആ സ്ഥലത്തിൻ്റെയും ഭംഗി ഒരിക്കലും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കാണണം കേട്ടോ. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ സ്പിതിയിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഇവിടെ വിൻ്റർ സമയത്ത് ഹോട്ടൽസ് ഒക്കെ പൂട്ടിയിട്ടേക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ടാപ്പിലൂടെ വെള്ളം വരത്തില്ല, അത് ഫ്രീസായി പോകും. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഐസ് കട്ടയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളത്തിന് മെയിൻ പ്രശ്നം വരുന്നത്. ഇവിടെയൊക്കെ -10 -15 ഡിഗ്രി ഒക്കെ തണുപ്പാണ്. നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കല്ലായിട്ടിരിക്കുക, കല്ല് പോലെ ഇരിക്കുന്നത്. അങ്ങനെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കോമിക്ക്. അതിന് ഉയരം എന്ന് വെച്ചാൽ 4587 മീറ്റർ ആണ്. അതായത് നമ്മൾ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുവാണ്, കേരളത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ മുകളിൽ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ വെറും 114 തോന്നുന്നു. പിന്നെ ഇവിടെ 2 മൊണാസ്ട്രി ഉണ്ട്, പുതിയതുണ്ട് പഴയതുണ്ട്. പഴയത് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്, പുതിയതിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഇതിന്റെ അടുത്ത് സ്കൂളുണ്ട്, 1968 ഓപ്പൺ ചെയ്ത ഒരു സ്കൂളും ഉണ്ട്. അത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അധികം കുടുംബങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് വീടുകളെ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. എല്ലായിടത്തെയും പോലെ ഇവിടെയും 2 മൊണാസ്ട്രീസ് ഉണ്ട്, ഒന്ന് പഴയതും മറ്റൊന്ന് പുതിയതും. എപ്പോഴും പഴയ മൊണാസ്ട്രികളാണ് കാണാനൊരു ഭംഗി. ഈ വേൾഡ് ഹയസ്റ്റ് വില്ലേജിൽ
വേറൊരു പ്രത്യേകതകളുണ്ട്. വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ്, സെയിം ആൾട്ടിറ്റ്യൂഡിൽ. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ്. അത്യാവശ്യം ഫുഡുകളെല്ലാം ഉണ്ട് കേട്ടോ. ചായ, കാപ്പി, ചോറ്, കറിയിലൊക്കെ ഉണ്ട്. സീസണിൽ ഇവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. സോ അവിടെ നിന്ന് ഒരു കാപ്പിയും കുടിച്ചിട്ട് നമ്മൾ ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നതായിരിക്കും. കോമിക് എന്ന ഈ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹിക്കിം എന്ന സ്ഥലത്തേക്ക്. നമ്മൾ വന്ന വഴി തിരിച്ചു വന്നിട്ട് ഒരു ചെറിയ ഡീവിയേഷനൊക്കെ എടുക്കണം ഇവിടെ എത്താനായിട്ട്. നമ്മൾ അങ്ങനെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ള പോസ്റ്റ് ഓഫീസ് അതിപ്പോൾ ഇല്ല, അത് പൊളിച്ചു കളഞ്ഞു. അത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ്. അതായത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിം എന്ന സ്ഥലത്തുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4440 മീറ്റർ ഉയരമുള്ള പോസ്റ്റ് ഓഫീസാണ് പുറത്ത് കാണുന്നത്. ഓക്കെ, ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോസ്റ്റ് കാർഡും സംഭവങ്ങളും ഒക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അയക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിച്ച് അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ചെയ്ത് അയക്കാം. ഇവിടുന്ന് പലതരം പോസ്റ്റ് കാർഡ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം പോസ്റ്റ് കാർഡ്സ് അതെ. ഓക്കെ. പല ഇമേജസ് പതിച്ച പോസ്റ്റ് കാർഡ്സ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് മേടിക്കുക, അഡ്രസ്സ് ഫില്ല് ചെയ്യുക, എന്നിട്ട് നേരെ മുകളിലോട്ട് കാണുന്ന ആ പോസ്റ്റ് ഓഫീസിൽ പോവുക, സ്റ്റാമ്പ് ഒട്ടിക്കുക, പൂശുക. അത്രയുള്ള സംഭവം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. കുറേ പേര് അഡ്രസ്സ് അയച്ചു തന്നു. 70ഓളം പേര് അഡ്രസ്സ് അയച്ചു തന്നു. പക്ഷേ ചില പരിമിതികൾ കാരണം എല്ലാവർക്കും അയക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഒരു 10-15 പേരെ റാൻഡമായിട്ട് ചൂസ് ചെയ്ത് അവർക്ക് ഞാൻ ഈ കാർഡ് അയച്ചു തരുന്നതായിരിക്കും. ഇത് കിട്ടിയാൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കുകയോ ടാഗ് ചെയ്ത് തന്നെ സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു സന്തോഷം. നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയാനും പറ്റും. ഏതായാലും ഇത് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയക്കാൻ പോവാണ്. ലെറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മളോട് തന്നെ ആ സ്റ്റാമ്പ് ഒട്ടിച്ച് തരാനൊക്കെ അവർ പറഞ്ഞേക്കാണ്. ലോകത്തെ ഉയരം കൂടിയ സംഭവങ്ങളുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമായി. കോമിക് വില്ലേജിൽ നിന്ന് കാസയ്ക്ക് പോകുന്ന റോഡിൽ 10 കിലോമീറ്റർ വരുമ്പോഴാണ് ലാങ്സ എന്നുള്ളൊരു വില്ലേജ് ഉള്ളത്. അവിടെ ശ്രീബുദ്ധൻ്റെ വലിയൊരു വിഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് ആകെ അങ്ങ് മാറി. ഇരുണ്ട് മൂടി ഒരു സ്നോഫോളൊക്കെ മടക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല കാറ്റും. -12 ഡിഗ്രി തണുപ്പത്ത് കാറ്റും കൂടെ ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അവിടെയുള്ളൊരു ബയ്യ നമുക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടീ ഒക്കെ ഇട്ട് തന്നു. പ്രകൃതിയെ ഭയന്നിട്ടെന്ന പോലെ മേയാൻ പോയ കന്നുകാലികളൊക്കെ തിരിച്ച് കൂട് കയറാനായിട്ട് നടക്കുന്നുണ്ടായി. സ്പിതി വാലിയിലെ കാഴ്ചകളൊക്കെ ഇതോടെ കഴിയുകയാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ വലിയൊരു കടമ്പ ബാക്കിയുണ്ട്. തിരിച്ച് നമുക്ക് നാട്ടിലെത്തണമെങ്കിൽ ചണ്ഡീഗഡ് എത്തണം. ഒന്നെങ്കിൽ വന്ന വഴി 450 കിലോമീറ്റർ തിരിച്ച് ട്രാവൽ ചെയ്യണം ഷിംലയൊക്കെ വഴി. അതല്ലെങ്കിൽ ലോസർ എന്ന സ്ഥലം വഴി കുൻസുംബാസൊക്കെ വഴി മണാലി എത്തണം. അതാകുമ്പം 180 കിലോമീറ്റർ യാത്രയുള്ളൂ. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആ റോഡ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ, സ്നോഫോളിൻ്റെ ടൈമിലൊക്കെ ആ വഴിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പാടാണ്. ഇത്രയും ദിവസമായിട്ട് ലോസർ വഴിയുള്ള ആ റോഡ് അടച്ചു തന്നെയാണ് കിടക്കുന്നത്. നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നാളത്തെ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം.